ഇതാ SFI കേരള സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സഞ്ജീവ്, ഇപ്പോൾ നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്ന ആ ഈ ഒരു കാഴ്ച, അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ കരുതൽ, അത് പ്രതിരോധിക്കുമ്പോൾ, കേന്ദ്രം അതിന് തടയിടുമ്പോൾ അവിടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് SFI ആണ്. കാരണം SFI അവിടെ തങ്ങളുടെ യൂണിറ്റിലൂടെ ഈ പറയുന്ന സഹായങ്ങളെല്ലാം SFI യൂണിറ്റിലേക്ക് എത്തിക്കുകയും അവർ അവിടെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ കേന്ദ്രം എങ്ങനെയൊക്കെ പ്രതിരോധിച്ചാലും ആ പ്രതിരോധങ്ങൾ മറികടന്ന് അവിടെ കൂടിയിരിക്കുന്ന യുവാക്കൾക്ക് SFI ഉയർത്തുന്ന ഒരു പിന്തുണ, അത് ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് SFI ഈ ജന്തർ മന്ദറിൽ ഈ പ്രതിരോധത്തെ എതിർക്കുന്നത്? നമ്മുടെ രാജ്യത്ത് സമരങ്ങളെ പല ഘട്ടങ്ങളിലും അടിച്ചമർത്താൻ വേണ്ടി ഭരണകൂടം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മുടെ കർഷക സമരങ്ങളെ ആവട്ടെ, മുന്നേ നടന്ന തൊഴിലാളി സമരങ്ങളാവട്ടെ, എല്ലാ സമരങ്ങളെയും ആ നിലയിൽ അടിച്ചമർത്താൻ ഈ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്, ഡൽഹിയിൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക് വൻതോതിലുള്ള പിന്തുണയാണ് രാജ്യമെമ്പാടും ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം അവിടെ ഓർഡർ ചെയ്തെത്തിക്കുന്ന സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ ഒരുപാട് ആളുകൾക്കുള്ള ഭക്ഷണം അവിടെ ലോകത്തെമ്പാടുള്ള മനുഷ്യർ ഓർഡർ ചെയ്തെത്തിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സഖാക്കളെ ബന്ധപ്പെടുമ്പോൾ, നമ്മൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ് സർക്കാർ. അവിടുത്തെ മെട്രോ ലൈനുകൾ പലതിലും വിദ്യാർത്ഥികളെ, ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ ആക്സസ് ചെയ്യാൻ വിടുന്നില്ല. സമരത്തിന്റെ ഭാഗമായി എത്തുന്ന ആളുകളുടെ എല്ലാവിധ ബയോമെട്രിക്സുകളും അവിടെ മാർക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ആ ബയോമെട്രിക്സ് ഉപയോഗിച്ച് പിന്നീട് വൻതോതിലുള്ള കേസുകൾ ചാർജ് ചെയ്യാനായിരിക്കാം അവരതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെയും ആളുകളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന അഭൂതപൂർവമായ ഒരു കാര്യം. തങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ, അവരുടെ സർക്കാരിന്റെ, ഡൽഹി പോലീസിന്റെ എല്ലാ പ്രതികാര നടപടികളെയും ചെറുപുഞ്ചിരിയോടെ നേരിടുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന 20-ാം തീയതി അവിടെ നടന്ന പോലീസ് നരനായാട്ട് കഴിഞ്ഞ് തിരികെ പോലീസ് തിരികെ സ്റ്റേഷനിലേക്കോ അവരുടെ വാഹനത്തിലേക്കോ കയറുമ്പോൾ വിദ്യാർത്ഥികൾ കൈയടിച്ചാണ് അവരെ അതിലൂടെ കടത്തിവിട്ടത്. നിങ്ങൾ ആക്രമിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കടത്തിവിട്ടത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു. ആ നിലയിൽ അത്രയും ജനാധിപത്യപരമായി ഒരു സംവിധാനത്തെ അവരെത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങളുടെ കോഴ്സ് വളരെ ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ആൾക്കൂട്ടം, ഒരു വിദ്യാർത്ഥി കൂട്ടം അവിടെ പ്രതികരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, എത്രത്തോളം നിശ്ചയദാർഢ്യത്തോടെയാണ് അവർ ആ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. ജെന്യുവിനായ ഒരു വിഷയത്തെ രാജ്യത്തെ സർക്കാർ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയുടെ 11:45 പിന്നീട് ഇന്നലെ രാത്രിയും വന്ന 2 വീഡിയോകൾ എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നേരിട്ടിറങ്ങി ഇത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ഇത് ജെന്യുവിനായ വിഷയമാണെന്നും വിദ്യാർത്ഥികൾ ഉയർത്തിയത് ന്യായമായ വിഷയമാണെന്നും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്തുള്ള സംഘപരിവാർ സർക്കാർ കടപുഴകി എറിയപ്പെടും ഈ സമരത്താൽ എന്ന തിരിച്ചറിവിൽ നിന്നുകൂടി വന്നതാണ്. തീർച്ചയായും ഇന്നിപ്പോ നമ്മുടെ ആ സമരം ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെയാണ് സമരം. ആ ഘട്ടം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ SFI ഉണ്ടാകും. ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും, വ്യത്യസ്ത യൂണിറ്റുകളിൽ നിന്നും ഒക്കെയും 100 കണക്കിന് വിദ്യാർത്ഥികൾ, ഇപ്പൊ 100 വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ഡൽഹിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇനി തുടർച്ചയിൽ ഇവർ തിരിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അതേ നിലയിൽ വിദ്യാർത്ഥികളെ അവിടെ എത്തിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്.